ഗുഡ് മോർണിംഗ്. മീഡിയ വൺ അവതരിപ്പിക്കുന്ന 4 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനഹിതം 2013 ഇവിടെ തുടങ്ങുകയാണ്. രാജ്യം ഉറ്റുനോക്കുന്ന 4 സംസ്ഥാനങ്ങളിലെ പോരാട്ട ഫലങ്ങൾ ഇന്ന് പുറത്തു വരാനിരിക്കെ അനുനിമിഷം പുറത്തുവരുന്ന വോട്ടിംഗ് കൗണ്ടിങ്ങിന്റെ മുഴുവൻ വിവരങ്ങളും ഒപ്പം തന്നെ വിശകലനങ്ങളും അടങ്ങുന്ന പ്രത്യേക പരിപാടിയാണ് ഇന്ന് രാവിലെ 6 മണി മുതൽ 2 മണി വരെ ഇടതടവില്ലാതെ മീഡിയ വൺ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. രാജ്യത്തിന്റെ പരിച്ഛേദമായി കണക്കാക്കപ്പെടുന്ന 4 സംസ്ഥാനങ്ങൾ ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ഈ 4 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. 8 മണി മുതൽ ഓരോ നിമിഷവും ഉണ്ടാകുന്ന വോട്ടിങ്ങിൽ വരുന്ന മാറിമറയുന്ന പുതിയ കണക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കും മീഡിയ വൺ. ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ഡൽഹിയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും വിവരങ്ങൾ തരാൻ തയ്യാറായി കഴിഞ്ഞു. ഒപ്പം തന്നെ വിദഗ്ധരടങ്ങുന്ന ഒരു വിശാലമായ പാനൽ നിങ്ങൾക്ക് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്യാനുണ്ടാകും. ഒരുപാട് തരത്തിൽ പ്രത്യേകത ഉള്ളതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. പ്രധാനമായും എങ്ങനെയാണ് മോഡി ഫാക്ടർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ബാധിക്കാൻ പോകുന്നത്? അത് BJPക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തരംഗം എന്തായിരിക്കും? അത് നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇന്ന് മാറും. കോൺഗ്രസ് എങ്ങനെയാണ് കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ബാധിക്കാൻ പോകുന്നത്, സ്വാധീനിക്കാൻ പോകുന്നത്? കോൺഗ്രസിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വ പാടവം സഹായകരമാകുമോ? അതോടൊപ്പം തന്നെ ഡൽഹി ഉറ്റുനോക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ശക്തമായ വാശിയേറിയ പോരാട്ടമാണ് 4 സംസ്ഥാനങ്ങളിലും നടക്കുന്നത്. വിധി ഏതാണ്ട് അപ്രവചനീയമായി നിലകൊള്ളുന്നു. രാജ്യം ഉറ്റുനോക്കുന്നു ഈ 4 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കായി. രാവിലെ 8 മണിക്ക് കൗണ്ടിംഗ് തുടങ്ങുന്നത് മുതൽ കൗണ്ടിംഗ് പൂർത്തിയാക്കി ഓരോ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഇനി വരാൻ പോകുന്നത് എന്നതുവരെയുള്ള മുഴുവൻ വിവരങ്ങളും അനുനിമിഷം മീഡിയ വൺ നിങ്ങളിലേക്ക് എത്തിക്കും. ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. ഒപ്പം തന്നെ വിദഗ്ധരടങ്ങുന്ന ഒരു പാനൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്യാൻ ഉടനീളം നമ്മുടെ സ്റ്റുഡിയോകളിൽ ഉണ്ടാകും. പ്രധാന വാർത്തകളിലേക്ക്. 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഇന്ന്. വോട്ടെണ്ണൽ നടക്കുന്നത് ഡൽഹി, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ. ആദ്യ ഫലസൂചന 9 മണിയോടെ. എക്സിറ്റ് പോളിൽ BJPക്ക് മുൻതൂക്കം. രാജസ്ഥാനും മധ്യപ്രദേശും BJPക്ക്. ഡൽഹിയിലും ഛത്തീസ്ഗഡിലും തൂക്കുസഭയെന്ന പ്രവചനം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നിർണായകമാകും. ക്ലിഫ് ഹൗസ് ഉപരോധത്തെ ചൊല്ലി LDFൽ ആശയക്കുഴപ്പം. സമരം പ്രതീകാത്മകമല്ലെന്ന് LDF കൺവീനർ. ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ധാരണ പിശക് മൂലം. സമരം എത്ര സമയം വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും വൈക്കം വിശ്വൻ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ഏകദിനം ഇന്ന് ഡർബനിൽ. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30. ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിൽ 585 പോയിന്റോടെ കേരളം ഓവറോൾ ചാമ്പ്യന്മാർ. തമിഴ്നാടിന് 2ാം സ്ഥാനം. 800 മീറ്ററിൽ കേരളത്തിന്റെ ജെസി ജോസഫിന് ദേശീയ റെക്കോർഡ്. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 8 മണിക്ക് തുടങ്ങും. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ഡൽഹി, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലായാണ് വോട്ടെണ്ണൽ. 9 മണിയോടെ ആദ്യ ഫല സൂചനകൾ ലഭിച്ചു തുടങ്ങും. തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനും BJPക്കും ഏറെ നിർണായകമാണ്. 4 സംസ്ഥാനങ്ങളിലേക്കും എക്സിറ്റ് പോളിൽ BJPക്കാണ് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. BJP രാജസ്ഥാനിൽ അധികാരത്തിൽ തിരിച്ചെത്തുകയും മധ്യപ്രദേശിൽ ഭരണം നിലനിർത്തുകയും ചെയ്യും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. ഡൽഹിയിലും ഛത്തീസ്ഗഡിലും തൂക്കുസഭയെങ്കിലും BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്ന പ്രവചനമുണ്ട്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നിർണായകമാകുമെന്നും വിവിധ ദേശീയ മാധ്യമങ്ങൾ നടത്തിയ എക്സിറ്റ് പോളുകൾ പറയുന്നു. ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ഓരോ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ വ്യത്യസ്തമാണ്. ഓരോ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വ്യത്യസ്തമാണ്. ഏത് തരത്തിലാണ് പ്രധാനമായും കോൺഗ്രസിനെയും BJPയെയും ഈ തെരഞ്ഞെടുപ്പ് ബാധിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് രാജ്യത്ത് ഏറ്റവും നിർണായകമാകുന്ന കോൺഗ്രസും BJPയും മുഖത്തോട് മുഖം ഏറ്റുമുട്ടുന്ന പോരാട്ടം നടത്തുന്ന നിർണായകമാകുന്ന 7 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ന് പുറത്തുവരുന്നു. രാജ്യം ഉറ്റുനോക്കുന്നത് ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ 4 സംസ്ഥാനങ്ങളിൽ ആര് വാഴാൻ പോകുന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ 4ാമതൊരു വട്ടം കൂടി ഷീലാ ദീക്ഷിത്തിന് അധികാരത്തിലെത്താൻ കഴിയുമോ? രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിന്റെ കോൺഗ്രസിന്റെ ഭരണം അവസാനിപ്പിച്ച് വസുന്ധര രാജയ്ക്ക് മടങ്ങിയെത്താൻ സാധിക്കുമോ? മധ്യപ്രദേശിൽ BJPക്ക് 3ാം വട്ടം ഭരണം നിലനിർത്താനാകുമോ?
ഛത്തീസ്ഗഡിൽ BJPക്ക് ഭരണം നിലനിർത്താനാകുമോ? എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPക്ക് അനുകൂലമാണ്. പക്ഷേ കോൺഗ്രസ് തികഞ്ഞ പ്രതീക്ഷയിലാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് വളരെ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് നേരിടുന്നത്. അതേസമയം നിർണായകമാകാൻ പോകുന്നത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യമാണ്. ഒരുപോലെ BJPക്കും കോൺഗ്രസിനും വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ലോക്പാലിന് വേണ്ടി സമരത്തിനിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി രംഗത്തുള്ളത്. എന്താണ് ഈ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ? ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ ബാധിക്കാൻ പോകുന്നത്? 2008 തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നു? എക്സിറ്റ് പോൾ ഫല സൂചനകളെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാനാകാം? നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിവിവര കണക്കുകൾ നോക്കാം. ആദ്യഘട്ടത്തിൽ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. 8 മണി മുതൽ ഉടനീളം വോട്ടെണ്ണൽ പൂർത്തിയായി മുഴുവൻ വിവരങ്ങളും പുറത്തു വരുന്നതുവരെ എല്ലാ വിവരങ്ങളും വിശകലനങ്ങളും അടങ്ങുന്ന ഒരു സമഗ്രമായ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മീഡിയ വണ്ണിന് കഴിയും. ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് എല്ലാ ഭാഗങ്ങളിലും വിവരങ്ങൾ നൽകാൻ തയ്യാറായി കഴിഞ്ഞു. ഒപ്പം തന്നെ വിദഗ്ധരടങ്ങുന്ന വിശദമായ പാനൽ തയ്യാറായിട്ടുണ്ട്. അനുനിമിഷം മാറി മറിയുന്ന വോട്ടിംഗ് പാറ്റേണുകൾ, അതിൻ്റെ കാരണങ്ങൾ, ഏത് തരത്തിലാണ് രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഡൽഹിയിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും ജനങ്ങൾ വിധി എഴുതുന്നത്, ഏത് തരത്തിൽ അത് ദേശീയ രാഷ്ട്രീയത്തെ ബാധിക്കാൻ പോകുന്നു, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ പ്രതിഫലിക്കും, വളരെ നിർണായകമാണ് ഡൽഹിയിലെയും ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ഈ ഘട്ടത്തിൽ കോൺഗ്രസും BJPയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPക്ക് അനുകൂലമായ വിധി പ്രഖ്യാപനം നടത്തുമ്പോൾ പോലും കോൺഗ്രസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒരു തിരിച്ചുവരവിന് കോൺഗ്രസിന് കഴിയുമെന്നാണ് മുതിർന്ന നേതാക്കൾ തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. ഡൽഹി എടുക്കുമ്പോൾ ഡൽഹിയിൽ ആകെ ഉള്ള നിയമസഭാ സീറ്റ് 70 ഡൽഹി ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി BJP അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ് ഡൽഹി. ഡൽഹിയിൽ തുടർന്നങ്ങോട്ട് BJPക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. BJPയിലെ ഉൾപോരാണ് സത്യത്തിൽ കോൺഗ്രസിന് ഡൽഹിയിൽ ഇടം കൊടുത്തത്. 3 തവണ ഷീലാ ദീക്ഷിത് ഡൽഹി ഭരിച്ചു. ഇത് 4ാം വട്ടമാണ് കോൺഗ്രസ് ഷീലാ ദീക്ഷിത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരുപക്ഷെ ഷീലാ ദീക്ഷിത് ഡൽഹിയിൽ നടത്തിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഷീലാ ദീക്ഷിത്തിന് ഗുണകരമാകുമോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ നോക്കുന്നത്. അതേസമയം സ്ത്രീ സുരക്ഷ പോലെയുള്ള നിർണായകമായ വിഷയങ്ങളിൽ എന്ത് തീരുമാനമെടുക്കും ജനങ്ങൾ എന്ന കാര്യം ഇന്നത്തെ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ അറിയാം. ആകെയുള്ളത് 70 സീറ്റാണ്. അതിൽ ജനറൽ കാറ്റഗറിയിലുള്ളത് 58 സീറ്റ്, SC സീറ്റുകൾ 12. ഡൽഹി തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്ക് വ്യക്തമാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ആകെ സീറ്റ് 70. ഇനി നമുക്ക് 2008 പോളിംഗ്. 2008 43 സീറ്റുമായാണ് കോൺഗ്രസ് അധികാരത്തിലെത്തുന്നത് ഡൽഹിയിൽ. BJPയിൽ ഉൾപ്പോരായിരുന്നു സത്യത്തിൽ കോൺഗ്രസിന് ഡൽഹിയിൽ വേരുറയ്ക്കാൻ സഹായിച്ചത്. അതേസമയം തന്നെ ഷീലാ ദീക്ഷിത് ഏറെ സ്വീകരിക്കപ്പെട്ട, ഏറെ സ്വീകാര്യതയുള്ള നേതാവായിരുന്നു. കോൺഗ്രസ് 4ാം വട്ടവും ഡൽഹി പിടിക്കാൻ വേണ്ടി ഷീലാ ദീക്ഷിത്തിനെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. 2008 പോളിംഗ് ശതമാനം 57.58. ഇത്തവണ പോളിംഗിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം 60% പോളിംഗ് ഡൽഹിയിൽ ഒരുപക്ഷെ കനത്ത പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി, അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കണ്ണുവെക്കുന്നത് ഏതാണ്ട് 3 ലക്ഷത്തോളം വരുന്ന കന്നി വോട്ടുകളെയാണ്. മധ്യവർഗ വോട്ടുകൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ രാഷ്ട്രീയം ഏറെ നിർണായകം, ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഡൽഹിയിൽ. ഡൽഹി 2013 ഡൽഹി വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഡൽഹിയെ നമുക്ക് പ്രധാന മേഖലകളാക്കി തിരിക്കാം. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, സെൻട്രൽ എന്നിങ്ങനെ 5 മേഖലകളാക്കി നമുക്ക് ഡൽഹിയെ തിരിക്കാം. ഇതിൽ നോർത്ത് മേഖലയിൽ 16 സീറ്റുകളുണ്ട്. അതായത് ആകെ ഡൽഹി നിയമസഭയിൽ അസംബ്ലിയിൽ 70 സീറ്റുകളുണ്ട്. അതിൽ നോർത്തിൽ 16 സീറ്റ്, ഈസ്റ്റ് 16 സീറ്റ്, സൗത്ത് 15 സീറ്റ്, വെസ്റ്റ് 14, സെൻട്രൽ 9. ഡൽഹിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്ക് ഏതാണ്ട് വ്യക്തമായി വരുന്നുണ്ട്. കഴിഞ്ഞ തവണ, അതായത് 2008 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയറുകൾ എങ്ങനെയാണെന്ന് നോക്കാം. 41 സീറ്റ് നേടിക്കൊണ്ട്, ആകെയുള്ള 70 സീറ്റിൽ 41 സീറ്റ് നേടിക്കൊണ്ടാണ് കോൺഗ്രസ് 2008 ഷീലാ ദീക്ഷിത് അധികാരത്തിൽ വരുന്നത്. തുടർച്ചയായി 3ാം തവണയായിരുന്നു 2008 ഷീലാ ദീക്ഷിത് ഡൽഹിയിൽ അധികാരത്തിലെത്തിയത്. അന്ന് കോൺഗ്രസിന് ലഭിച്ചത് 41 സീറ്റാണ്. ഇത്തവണ കോൺഗ്രസിന് എത്ര സീറ്റ് ലഭിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ്, BJP, BSP, മറ്റുള്ളവർ. ഇതിന് പുറമെ ഇത്തവണ കോൺഗ്രസിനും BJPക്കും ഒരുപോലെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി കൂടി രംഗത്തുണ്ട്. പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായ വോട്ടുകളിൽ പലതും ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ അനുകൂലമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ
ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു 2008 കക്ഷി നില നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിക്കാം. ആകെയുള്ള സീറ്റ് 70. അതിൽ കോൺഗ്രസ് നേടിയ വോട്ട് ഷെയർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2008 40%. ടോട്ടൽ പോൾ ചെയ്ത വോട്ടിന്റെ 40% നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അങ്ങനെയാണ് ഷീലാ ദീക്ഷിത് 2008 മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നത്. അപ്പോൾ BJPക്ക് നേടാൻ കഴിഞ്ഞത് 36% വോട്ടാണ്. 14% BSPക്കും 1% മറ്റുള്ളവർക്കും നേടാൻ സാധിച്ചു.